ചൈന ഒടുവിൽ ഇന്ത്യക്കൊപ്പം വരുന്നു. പാകിസ്ഥാനെ വിടുകയാണെന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ചൈനയ്ക്ക് എന്തു പറ്റിയോ ആവോ, അടുത്ത ദിവസങ്ങളിലായി ഒരു വലിയ മനംമാറ്റം. ഭീകരരെ തുരത്തുന്നു, മസൂദിന്റെ കാര്യത്തിൽ നിലപാട് മാറ്റുന്നു. ഇപ്പോൾ മുംബൈയിൽ 2008 നടന്നത് ഏറ്റവും കുപ്രസിദ്ധ ഭീകരാക്രമണമെന്ന് പറഞ്ഞ് ചൈന രംഗത്തും വന്നു. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ 2008 മുംബൈയിൽ നടത്തിയ ആക്രമണം ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണെന്നാണ് ചൈന ഇപ്പോൾ പറയുന്നത്. ആദ്യമായിട്ടാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് UN രക്ഷാസമിതിയിൽ തടയിട്ട് 4 ദിവസങ്ങൾക്കുള്ളിലാണ് രാജ്യാന്തര ഭീകരതയ്ക്കെതിരെ ചൈന രംഗത്ത് വന്നത്. ഷിയാങ്ജിയാങ് പ്രവിശ്യയിലെ ഭീകരർക്കെതിരായ സർക്കാർ സ്വീകരിച്ച കടുത്ത നടപടികളെക്കുറിച്ചുള്ള ധവളപത്രത്തിലാണ് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചും ചൈന പരാമർശിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ഭീകരതയും വിഘടനവാദവും പടർന്നു പിടിക്കുന്നത് മനുഷ്യകുലത്തിനാകെ കൊടും പീഡനമാണ് സമ്മാനിക്കുന്നതെന്ന് ചൈന വ്യക്തമാക്കുന്നുണ്ട്. പാക് വിദേശകാര്യമന്ത്രി ഷാ മഹൂദ് ഖുറേഷിയുടെ ചൈന സന്ദർശന വേളയിലാണ് ഇത്തരത്തിൽ ധവളപത്രം പുറത്തിറക്കിയത് എന്നതും കൗതുകകരമാണ്. എല്ലാ തരത്തിലുമുള്ള ഭീകരതയെ ചൈന എതിർക്കുന്നുവെന്നും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനെയാണ് ഇപ്പോൾ ശക്തമായി അപലപിച്ചുകൊണ്ട് ചൈന വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈന ഭീകരരെ തുരത്താൻ സ്വീകരിച്ചു തുടങ്ങിയ നടപടികൾ വലിയ ചർച്ചയായിരുന്നു. മാത്രവുമല്ല, മസൂദ് അസറിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ പറഞ്ഞത് കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ, ഇനിയും ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം, മസൂദിനെ പിടിക്കാമെന്നുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുംബൈയെ നടുക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ആദ്യമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നതും ധവളപത്രത്തിൽ അത് പരാമർശിച്ചിരിക്കുന്നതും എന്നത് ശ്രദ്ധേയമാണ്. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ച് മസൂദ് അസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വീറ്റോ പവർ ഉപയോഗിക്കുന്ന ചൈന ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ആദ്യമായി ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിലപാടിനെ വലിയ രീതിയിൽ തന്നെ വിലയിരുത്തുകയാണ് രാഷ്ട്രീയ ലോകം. പ്രത്യേകിച്ചും മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് UN രക്ഷാസമിതിയിൽ തടയിട്ട് 4 ദിവസങ്ങൾക്കുള്ളിലാണ് രാജ്യാന്തര ഭീകരതയ്ക്കെതിരെ ചൈന രംഗത്ത് വന്നത് എന്നതാണ് ഓർക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ചൈനയുടെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കുന്നത് പാടായിരിക്കും. പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ കാൽവയ്പോടെ, ഒരേ നിലപാടുമായി ഭീകരതയെ തുരത്താൻ മുന്നോട്ട് പോകുമ്പോൾ ചൈന മാത്രമാണ് മാറി നിൽക്കുന്നതെന്നുള്ള ആക്ഷേപം കഴിഞ്ഞ കുറച്ച് നാളുകളായുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ, പിടിച്ചു നിൽക്കാനുള്ള അവസാന കളിയാണ് ഇപ്പോൾ ചൈന നടത്തുന്നത്.